back to my channel, your online teacher. So, ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് 4 മാർക്കിന്റെ 8 ചോദ്യങ്ങൾ. ഈ 8 ചോദ്യങ്ങൾ മക്കളെ നിങ്ങൾ പഠിച്ചാലുണ്ടല്ലോ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഒരുപാട് കമന്റ്സ് താഴെ വരുന്നുണ്ട്. ചിലർക്ക് 3 ചാപ്റ്റർ ഉള്ളൂ, ചിലർക്ക് മാക്രോ ഇല്ല. നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ ടീച്ചേഴ്സ് എന്താ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുള്ളൂ. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം അതായത് സ്കൂളിൽ ടീച്ചേഴ്സാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ബട്ട് ശരിക്കും സിലബസ് പ്രകാരം നിങ്ങൾ ഈ സമയമാകുമ്പോഴേക്കും ടീച്ചേഴ്സ് മൈക്രോയിൽ 3 ചാപ്റ്ററും മാക്രോയിൽ 2 ചാപ്റ്ററും തീർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തീർന്നിട്ടില്ലാത്ത സ്കൂളുകളിൽ അതനുസരിച്ച് കുറച്ച് പാഠങ്ങളെ നിങ്ങൾക്ക് ഉണ്ടാകുള്ളൂ. എന്നിരുന്നാലും വളരെ പ്രധാനപ്പെട്ട മൈക്രോ എക്കണോമിക്സിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പ്രോബ്ലം ഉണ്ട്, തിയറി ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക പ്ലീസ്. ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാ മക്കളും ഒന്ന് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യും കേട്ടോ. അതൊക്കെ ഒരു സന്തോഷമല്ലേ നമുക്ക്. ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. നിങ്ങൾ നമുക്ക് അങ്ങനെ കാര്യമായിട്ട് ലൈക്ക് തരുന്നില്ല. ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്, വീഡിയോ അടിപൊളിയാണ്, ഇഷ്ടപ്പെടുന്നുണ്ട്, ഇന്ന് പഠിച്ചപ്പോൾ മനസ്സിലായി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ലൈക്ക് ആരും ചെയ്യുന്നില്ല. ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. എത്ര ലൈക്ക് ഈ വീഡിയോക്ക് പറഞ്ഞിട്ട് എത്ര ലൈക്ക് കിട്ടുമെന്ന് നോക്കട്ടെ. മക്കളെല്ലാവരും ലൈക്ക് ചെയ്യുക കേട്ടോ. സോ നമുക്കിതിൽ പ്രോബ്ലം തിയറി അല്ലാണ്ട് ഒട്ടും താമസിക്കാതെ ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ നോക്കി, അരുൺ വാണ്ട്സ് ടു ബൈ റൈസ് ആൻഡ് വീറ്റ് വിത്ത് മണി ഇൻകം ഓഫ് 120. മണി ഇൻകം 120 ആണ് അരുണിൻ്റെ കയ്യിലുള്ളത്. സോ അതെന്താണ്, ഈ 120 എന്ന് പറയുന്നത് അരുണിൻ്റെ ഇൻകം ആണ്, എം ആണെന്ന് ഓർത്തോളാം. ഇറ്റ്സ് മാർക്കറ്റ് പ്രൈസസ് ആർ 15 and 20. മാർക്കറ്റ് പ്രൈസ് 15ഉം 20ഉം ആണ്. അത് P1 ഉം P2 ആണിത്. ഫൈൻഡ് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്, വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്, സ്ലോപ്പ് ഓഫ് ദി ബഡ്ജറ്റ് ലൈൻ. ഈ 3 കാര്യങ്ങളാണ് നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ വളരെ സിമ്പിൾ അല്ലേ. നിങ്ങളെ ഞാൻ വേറൊരു ക്വസ്റ്റ്യനിൽ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച് തന്നതാണത് അല്ലേ. സോ ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് എഴുതാം, ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ എഴുതാം. 25ാമത്തേതല്ലേ. അപ്പോൾ ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ എഴുതാം നമുക്ക്. ബഡ്ജറ്റ് ലൈൻ ഈക്വൽ, ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്താ നമ്മൾ പഠിച്ചിരിക്കുന്നത്, P1 x1 പ്ലസ് P2 x2 ഈക്വൽ ടു എം എന്നാണ് പഠിച്ചിരിക്കുന്നത്. ഇതിൽ ഇതാണ് 15ആണ് P1. ആദ്യത്തെ പ്രൈസ് P1, രണ്ടാമത്തെ പ്രൈസ് P2, ഇതാണ് എം. അപ്പോൾ നമുക്കിനി ഇവിടെ എഴുതി നോക്കാമല്ലോ. ഇവിടെ എഴുതി നോക്കിയാൽ എന്ത് വരും, P1 15x1 പ്ലസ് P2 എത്രയാണ് 20x2 ഈക്വൽ ടു എം. എം എത്രയാണ് 120. ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അടുത്തത് എന്താണ്, ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് കാണും. അപ്പോൾ എഴുതാം ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്. ഓക്കെ, ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് കാണുന്നത് എങ്ങനെയാണ്, എം ബൈ P1 ആണ്. എം എത്രയാ 120. 120 ബൈ P1 15. 120 ഡിവൈഡഡ് ബൈ 15 വരുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 8 ആണ് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്. അതുപോലെ തന്നെ അടുത്തതാണ് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കാണാൻ വേണ്ടിയിട്ട് എം ബൈ P2. എം എത്രയാണ് 120. P2 എത്രയാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത് 20. 120 ബൈ 20. 120 ബൈ 20 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 6 കിട്ടും. ഓക്കെ, ഇനി എന്താണ്, വേറെ ഒന്നും നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടില്ല അല്ലേ. ഇനിയിപ്പോൾ ഇൻ കേസ് ഇതിൽ പറഞ്ഞിട്ടില്ല, ഡ്രോ ദ ബഡ്ജറ്റ് ലൈൻ പറഞ്ഞിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാൻ അറിയില്ലെങ്കിൽ മിസ് പഠിപ്പിച്ചു തരാം എങ്ങനെ വരയ്ക്കേണ്ടത് എന്നുള്ളത്. നമ്മൾ ഇതേപോലെ എക്സ് ആക്സിസും, ഇത് വളഞ്ഞു അല്ലേ, എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കാം. ഓക്കെ, എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചതിന് ശേഷം നമ്മൾ ഇവിടെ ഗുഡ് 1 എന്ന് അടയാളപ്പെടുത്താം. ഓക്കെ, ഇവിടെ ഗുഡ് 2 എന്ന് അടയാളപ്പെടുത്താം. ഇവിടെ 0. എന്നിട്ട് നമ്മളിവിടെ നമ്പേഴ്സ് കൊടുക്കുക. 1 2 3 4 5 6 7 8. ഇവിടെ നമ്പർ കൊടുക്കുക 1 2 3 4 5 6 7 8. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എത്ര, 8 അല്ലേ. 8 എവിടെ മാർക്ക് ചെയ്യണം, എക്സ് ആക്സിസിൽ മാർക്ക് ചെയ്യുക 8. അപ്പോൾ ഇവിടെ എഴുതാം എം ബൈ P1. നമ്മുടെ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എത്രയാണ് 6 അല്ലേ. ഇപ്പോൾ അതാ 6 ഇവിടെ മാർക്ക് ചെയ്യുക എം ബൈ P2. ഇനി എന്ത് ചെയ്യാം, ഇത് രണ്ടും കൂടി കണക്ട് ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ആയി. എന്നിട്ട് നമ്മുടെ ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ നമ്മൾ ഇവിടേക്കൊന്ന് എഴുതി വെച്ചാൽ മതി. ഇക്വേഷൻ എന്താ, 15x1 പ്ലസ് 20x2 ഈക്വൽ ടു 120. ഓക്കെ, അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ആയിട്ടുണ്ട്. ഇത് ഓൾറെഡി ഞാൻ നിങ്ങൾ വേറൊരു ചോദ്യത്തിൽ പഠിപ്പിച്ചതാണ് അല്ലേ. ഓക്കെ,
സോ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 26ാമത്തെ ചോദ്യം. റൈറ്റ് ഡൗൺ ദ 3 സ്റ്റേജസ് ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ. റിട്ടേൺസ് ടു സ്കെയിലിൻ്റെ 3 സ്റ്റേജസ് ആണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ഏത് ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്? പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്ന 3ാമത്തെ പാഠമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അത് തന്നെ 2 റിട്ടേൺസ് ഉണ്ട്. റിട്ടേൺസ് ടു സ്കെയിലും ഉണ്ട്, റിട്ടേൺസ് ടു ഫാക്ടറും ഉണ്ട്. റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഏതുമായി ബന്ധപ്പെട്ട് വരുന്നതാ? ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത്. ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അതിൽ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നതാണ് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. ഓക്കെ, ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ, അതിനെയാണ് IRS എന്ന് നമ്മൾ ഷോർട്ടാക്കി എഴുതാം. ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിലിൽ എന്താണ് എക്സ്പ്ലനേഷൻ വരേണ്ടത്? ഇഫ് എ പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസ് ഇൻ ഓൾ ദി ഇൻപുട്സ്, അതായത് നമ്മൾ ഇൻപുട്സിൽ ഒരു മാറ്റം വരുത്തി, അത് ലീഡ്സ് ടു മോർ ദാൻ, ഇതാണ് അവിടുത്തെ മെയിൻ വാക്ക് കേട്ടോ, മോർ ദാൻ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. അതാണ് എന്ത്? ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. അതായത് നമ്മൾ ഇൻപുട്ടിൽ ഒരു മാറ്റം വരുത്തി, അത് ഔട്ട്പുട്ടിൽ ഉണ്ടാക്കുന്ന മാറ്റം നമ്മൾ വരുത്തിയ മാറ്റത്തിനേക്കാളും മോർ ദാൻ ആണ്, കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ അതാണ് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. രണ്ടാമത്തെ സ്റ്റേജ് ഏതാണ്? രണ്ടാമത്തെ സ്റ്റേജ് ആണ് CRS, അതായത് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇവിടെ എന്താണ് മാറ്റം വരുന്നത്? ഇഫ് എ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ഇൻപുട്ട് ലീഡ്സ് ടു, നമ്മൾ ഇൻപുട്ടിൽ ഒരു മാറ്റം വരുത്തി ആൻഡ് ഇറ്റ്സ് ലീഡ്സ് ടു ലെസ് ഈക്വൽ ആൻഡ് പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച്. നമ്മൾ എത്ര മാറ്റമാണോ വരുത്തിയത് അതേ മാറ്റം തന്നെയാണ് എന്തിൽ വരുന്നത്? ഔട്ട്പുട്ടിൽ വരുന്നത്. നമ്മൾ ഇൻപുട്ടിൽ വരുത്തി അതേ മാറ്റം ഔട്ട്പുട്ടിൽ വന്നാൽ അതാണ് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ. ഇനി മൂന്നാമത്തേതാണ് ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. ഡിക്രീസിങ് റിട്ടേൺസ് സ്കെയിൽ DRS. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പേരിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ, നമ്മൾ ഇൻപുട്ടിൽ ഒരു മാറ്റം വരുത്തി ആൻഡ് ഇറ്റ് ലീഡ്സ് ടു ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച്. നമ്മൾ വരുത്തിയ മാറ്റത്തിനെക്കാട്ടിലും കുറവ് മാറ്റമാണ് എന്തിൽ വരുത്തുന്നത്? ഔട്ട്പുട്ടിലും വരുത്തുന്നതെന്നുണ്ടെങ്കിൽ അതാണ് ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത്. എളുപ്പമല്ലേ? ഓക്കെ, ഇനി അടുത്തത് മാക്രോ എക്കണോമിക്സിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. 27ാമത്തെ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. എക്സ്പ്ലെയിൻ ദ ഗ്രേറ്റ് ഡിപ്രഷൻ ഇൻ 1930s. ഒന്നെങ്കിൽ 1930s ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ടോ, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോട് മാക്രോ എക്കണോമിക്സിൻ്റെ എമർജൻസ് എന്ന് പറഞ്ഞിട്ടോ ഒക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതായത് ഓരോ റേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നില്ല, ഓരോന്നിനും എന്ത് സംഭവിച്ചു എന്നുള്ളതൊക്കെ പറയുന്നുണ്ടല്ലോ, അത് നിങ്ങൾ എന്തായാലും പഠിക്കണം. അതാണ് അവിടെ ആൻസർ കീയിൽ വരേണ്ടത്. അതാണ്. അപ്പോൾ എന്താണ് ഇവിടെ നമ്മൾ നോക്കി, ഈ ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ 1930s പ്രകാരം എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്, എന്തൊക്കെയാണ് അവിടെ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നത്? പ്രൊഡക്ഷൻ ഫെൽ ഡൗൺ, അല്ലെ, ഉൽപാദനം കുറഞ്ഞു, പ്രൊഡക്ഷൻ ഫെൽ ഡൗൺ. പിന്നെ എന്താ സംഭവിച്ചത്? പിന്നെ സംഭവിച്ചതാണ് ഡിമാൻഡ് ഫോർ ഗുഡ്സ് വാസ് ലോ, അല്ലെ, ഡിമാൻഡ് എന്ന് പറയുന്നത് ലോ ആയിരുന്നു ഗുഡ്സിനുള്ള. ദെൻ ഫാക്ടറീസ് വെയർ ലൈയിങ് ഐഡിൽ, അതായത് ഫാക്ടറികളെല്ലാം എന്ത് സംഭവിച്ചു? അടച്ചു പൂട്ടി കിടക്കായിരുന്നു, ലൈയിങ് ഐഡിൽ. പിന്നെന്താ സംഭവിച്ചത്? അൺഎംപ്ലോയ്മെന്റ് റോസ്. പെട്ടെന്ന് ഇത് സ്പെല്ലിംഗ് തെറ്റിപ്പോയില്ല പിള്ളേരെ. ഓക്കെ, അൺഎംപ്ലോയ്മെന്റ് റോസ് സിവിയർലി. അൺഎംപ്ലോയ്മെന്റ് ഒത്തിരി കൂടി എന്നുള്ളതാണ്. പിന്നെ ഇനി USA കണക്കെടുക്കാമെന്നുണ്ടെങ്കിൽ USA അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എത്രയായിരുന്നു? 3% നിന്ന് 25% ആയിട്ട് ഇൻക്രീസ് ആയി. ദെൻ അതേപോലെ തന്നെ അഗ്രിഗേറ്റ് ഔട്ട്പുട്ട്, USA തന്നെ അഗ്രിഗേറ്റ് ഔട്ട്പുട്ട് 33% എന്ത് പറ്റി? ഫെൽ ഡൗൺ, 33% ആയിട്ട് കുറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. ഏതെങ്കിലും ഒരു 4 ഒക്കെ എഴുതിയാൽ മതിയാകും കേട്ടോ. ഇനി 28ാമത്തെ ചോദ്യം എന്താണ്?
കമ്പയർ കൺസംഷൻ ഗുഡ്സ് ആൻഡ് ക്യാപിറ്റൽ ഗുഡ്സ് വിത്ത് എക്സാമ്പിൾ. കൺസംഷൻ ഗുഡ്സും ക്യാപിറ്റൽ ഗുഡ്സും എക്സാമ്പിളോട് കൂടിയിട്ട് നമ്മളോട് കമ്പയർ ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എന്താണ് രണ്ട് സംഭവം എന്ന് എഴുതിയാൽ മതി. സോ കൺസംഷൻ ഗുഡ് എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, കൺസംഷൻ ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കൺസംഷൻ ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസ്ഡ് ഡയറക്റ്റ്ലി, നമ്മൾ നേരിട്ട് ഉപയോഗിക്കുകയാണ്. യൂസ്ഡ് ഡയറക്റ്റ്ലി ഫോർ കൺസംഷൻ, നമ്മൾ കൺസംഷന് വേണ്ടിയിട്ട് നേരിട്ട് ഉപയോഗിക്കുന്ന ഗുഡ്സ് ആണ് ഇത്. ആൻഡ് ഡസിൻറ്റ് അണ്ടർഗോ എനി അതർ പ്രൊഡക്ഷൻ പ്രോസസ്. ഓക്കെ, ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിലൂടെയും ഇത് കടന്നു പോകുന്നില്ല. അങ്ങനെയുള്ള ഗുഡ്സ് ആണ് കൺസംഷൻ ഗുഡ്സ്. അതിൻ്റെ എക്സാമ്പിളാണ് ക്ലോത്ത്സ്, പെൻ, പേപ്പർ, ഇതൊക്കെ ഇതിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, അതേസമയം ക്യാപിറ്റൽ ഗുഡ്സ് എന്താണ്? ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺസ് പ്രൊഡ്യൂസ്ഡ്, നമ്മൾ ഒരു തവണയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ഗുഡ്സ് വിച്ച് ആർ വൺസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഡസൻറ്റ് അണ്ടർഗോ എനി ചേഞ്ചസ്, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുന്നില്ല. ഡസൻറ്റ് അണ്ടർഗോ എനി ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, ഡസൻറ്റ് അണ്ടർഗോ എനി ട്രാൻസ്ഫോർമേഷൻ, ഒരു ട്രാൻസ്ഫോർമേഷനും ഇതിൽ വരുന്നില്ല. ബട്ട് എന്താണ്? ആർ യൂസ്ഡ് അഗെയിൻ ആൻഡ് അഗെയിൻ, നമ്മൾ പിന്നെയും യൂസ് ചെയ്തുകൊണ്ടിരിക്കും. യൂസ്ഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് അതർ ഗുഡ്സ്, മറ്റുള്ള ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ പിന്നെയും ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ഗുഡ്സാണ് ക്യാപിറ്റൽ ഗുഡ്സ്. ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ എക്സാമ്പിളാണ് എന്ത്? ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ എക്സാമ്പിളാണ് മെഷീനറി, ഫാക്ടറീസ്, ബിൽഡിംഗ്, ഇതൊക്കെ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, ഇനി 29ാമത്തെ ചോദ്യം നോക്കി. മെൻഷൻ എനി 4 ഫീച്ചേഴ്സ് ഓഫ് മാർക്കറ്റ് എക്കോണമി. മാർക്കറ്റ് എക്കോണമിയുടെ 4 ഫീച്ചേഴ്സ്. മാർക്കറ്റ് എക്കോണമിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാ? ഒന്ന് പറഞ്ഞ്. മാർക്കറ്റ് എക്കോണമി എന്ന് പറയുമ്പോൾ അവിടെ പ്രൈവറ്റ് വ്യക്തികൾക്കാണ് ഇമ്പോർട്ടൻസ് ഉള്ളത് അല്ലേ? സോ പ്രൈവറ്റ് ഓണർഷിപ്പ് ആണ് ഉള്ളത്. പ്രൈവറ്റ് വ്യക്തികളായതുകൊണ്ട് തന്നെ അവരുടെ ലക്ഷ്യം എന്താണ്? പ്രോഫിറ്റ് ആണ്, പ്രോഫിറ്റ് മോട്ടീവാണ്. അപ്പോൾ പ്രോഫിറ്റ് ആഗ്രഹിക്കുമ്പോൾ കോമ്പറ്റീഷൻ എങ്ങനെയായിരിക്കും? ഹൈ കോമ്പറ്റീഷൻ ആയിരിക്കും അല്ലേ? ഹൈ കോമ്പറ്റീഷൻ ആയിരിക്കും. ദെൻ അവർ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രൈസ് മെക്കാനിസത്തിലൂടെ, അതായത് ഡിമാൻഡ്സ് ആൻഡ് സപ്ലൈ, പ്രൈസ് മെക്കാനിസത്തിലൂടെയാണ് അവർ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി 30ാമത്തേത് ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് NNP, MP ആൻഡ് NNP, FC. NNP, MP യും NNP, FC യും നമുക്ക് കാണണം. സോ ആദ്യം തന്നെ നമുക്ക് NNP, MP കാണാം. NNP, MP കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? NNP, MP കാണാനുള്ള ഇക്വേഷൻ എന്താ? GNP, MP മൈനസ് ഡിപ്രീസിയേഷൻ. GNP, MP യിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? NNP, MP കിട്ടും. ഇവിടെ GNP, MP എത്രയാ? 12,000 അല്ലേ? സോ 12,000 മൈനസ് ഡിപ്രീസിയേഷൻ എത്രയാ? 1,000. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? 11,000. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? NNP, FC കാണണം. NNP, FC കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച NNP, MP യിൽ നിന്ന് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറച്ചാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ആദ്യം നമ്മൾ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കാണണം. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കാണാൻ വേണ്ടിയിട്ട് ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡി, ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്ന് സബ്സിഡി കുറച്ചാൽ മതി. അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്ന് സബ്സിഡി കുറയ്ക്കുമ്പോൾ എത്ര? ഇൻഡയറക്റ്റ് ടാക്സ് എത്ര? ഇവിടെ 400 ഇൻഡയറക്റ്റ് ടാക്സ്. സബ്സിഡി എത്രയാണ്? 180. സോ 400ൽ നിന്ന് 180 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 220 കിട്ടും. ഇതാണ് എന്ത്? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. നമുക്ക് NNP, MP നമ്മളിവിടെ കണ്ടുപിടിച്ചു. എത്രയാണ്? 11,000 കണ്ടുപിടിച്ചു. അതിൽ നിന്ന് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് 220 കുറയ്ക്കാം. 220 കുറച്ച് കഴിയുമ്പോൾ എത്ര കിട്ടും? 10,780. അതെന്ന് പറയുന്നതാണ് NNP, FC. ക്ലിയർ അല്ലേ? ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി 31ാമത്തെ ചോദ്യം. ഓക്കെ, അപ്പോൾ 31ാമത്തെ ചോദ്യത്തേക്ക് നമ്മൾ കടക്കാനും. ഫോർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ TP ആൻഡ് MP. TP യും MP യും തമ്മിലുള്ള 4 റിലേഷൻഷിപ്പാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഈ TP, MP ഒക്കെ ഏതിലാണ് വരുന്നത്? ഏത് ചാപ്റ്ററിൽ വരുന്നതാണെന്നുള്ളത് ഓർത്ത് വെക്കുക. പ്രൊഡക്ഷൻ ആണല്ലേ?
ടോട്ടൽ പ്രോഡക്റ്റ് എന്നല്ലേ പറയുന്നത്. മൂന്നാമത്തെ പാഠത്തിലാണ് ടി പിയും എം പിയും വരുന്നത്. അപ്പോൾ ടി പിയുടെ 4 ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പ് എന്താണ്? വെൻ ടി പി ഇൻക്രീസസ് അറ്റ് ഇൻക്രീസിങ് റേറ്റ്, ടി പി കൂടിയ നിരക്കിൽ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? എം പി ഇൻക്രീസസ്, എം പിയും എന്താകും? കൂടും. ഇനി നേരെ തിരിച്ച് അല്ലേ, വെൻ ടി പി ഇൻക്രീസസ് അറ്റ് ഡിക്രീസിങ് റേറ്റ്, കുറഞ്ഞ നിരക്കിലാണ് ടി പി കൂടുന്നത് എങ്കിൽ, കുറഞ്ഞ നിരക്കിൽ ടി പി കൂടുമ്പോൾ എന്ത് പറ്റും? എം പി കുറയും, എം പി ഡിക്രീസസ്. ഇനി വെൻ ടി പി റീച്ചസ് മാക്സിമം, വെൻ ടി പി റീച്ചസ് മാക്സിമം, ടി പി മാക്സിമത്തിലെത്തുമ്പോൾ എന്ത് പറ്റും? എം പി ബിക്കം 0, എം പി എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ഇനി വെൻ ടി പി ഡിക്രീസസ്, ടി പി ഡിക്രീസ് ആകുമ്പോൾ എന്ത് പറ്റും? വെൻ ടി പി ഡിക്രീസസ് എം പി ഈസ് നെഗറ്റീവ്, എം പി എന്തായിട്ട് പോകും? നെഗറ്റീവായിട്ട് പോകും എന്നുള്ളതാണ് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ലാസ്റ്റ് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ ഇതിൽ നോക്കുന്നത്. എന്താണ്? പോസിറ്റീവ് എക്കണോമിക്സും ഡിസ്റ്റിങ്ക്വിഷ് പോസിറ്റീവ് ആൻഡ് നോർമേറ്റീവ് എക്കണോമിക് അനാലിസിസ്. പോസിറ്റീവ് ആൻഡ് നോർമേറ്റീവ് എക്കണോമിക്സ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മളോട് 32ാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതേപോലെ ഒരു ബോക്സ് വരയ്ക്കാം. ബോക്സ് വരച്ചിട്ട് നമ്മൾ അതിലേക്ക് എഴുതി വയ്ക്കാം. 2 ഹെഡിങ് ആയിട്ട് കൊടുക്കാം. ഇതിൽ പോസിറ്റീവ് എക്കണോമിക്സ് നിങ്ങൾ എഴുതണം കേട്ടോ. പോസിറ്റീവ് എക്കണോമിക്സ് ഞാൻ അവിടെ ഷോർട്ടാക്കി എഴുതുന്നേ ഉള്ളൂ. ദെൻ ഇവിടെ നോർമേറ്റീവ് എക്കണോമിക്സ്. ഓക്കെ, സോ പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ വി അനലൈസ് ആൻ എക്കണോമിക് പ്രോബ്ലം. വി അനലൈസ് ആൻ എക്കണോമിക് പ്രോബ്ലം ആസ് വാട്ട് ഇറ്റ് ഈസ്. അതെന്താണ്, ആ പ്രോബ്ലം എന്താണെന്ന് മാത്രം നമ്മൾ അനലൈസ് ചെയ്യുന്നുള്ളൂ. ദർ ഈസ് നോ വാല്യൂ ജഡ്ജ്മെൻറ്റ്. അതായത് നമ്മളവിടെ വേറെ അത് നല്ലതാണോ, സൊസൈറ്റിക്ക് നല്ലതാണോ ചീത്തയാണോ, അങ്ങനെ ജഡ്ജ്മെൻ്റ് ഒന്നുമില്ല. ജസ്റ്റ് അതെന്താ സംഭവിച്ചതെന്ന് മാത്രം നോക്കുകയാണെങ്കിൽ അതാണ് എന്ത്? പോസിറ്റീവ് എക്കണോമിക് അനാലിസിസ് അല്ലെങ്കിൽ പോസിറ്റീവ് എക്കണോമിക്സ്. അതേസമയം നോർമേറ്റീവ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഡീൽസ് ദ എക്കണോമിക് പ്രോബ്ലം. നമ്മൾ എക്കണോമിക് പ്രോബ്ലം ആസ് വാട്ട് ഇറ്റ് ought to be. ഓക്കെ, വാട്ട് ഇറ്റ് ought to be. അതായത് അതെങ്ങനെയാണ് സൊസൈറ്റീനെ ബാധിക്കുന്നത്, നല്ലതാണോ ചീത്തയാണോ എന്നുള്ളൊരു വാല്യൂ ജഡ്ജ്മെൻ്റ് അവിടെയുണ്ട്. ദർ ഈസ് വാല്യൂ ജഡ്ജ്മെൻറ്റ്. സോ ഇതാണ് പോസിറ്റീവ് എക്കണോമിക്സും നോർമേറ്റീവ് എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്നാണ് ഞാൻ കരുതുന്നത്. ആയോ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കട്ടെ. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരെന്ത് ചെയ്യുക? ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, നിർബന്ധമായിട്ട് ലൈക്ക് ചെയ്യാം കേട്ടോ. വീഡിയോക്ക് നിങ്ങൾ മാക്സിമം ലൈക്ക് തരാം. എത്ര ലൈക്ക് കിട്ടുമെന്നൊന്ന് നോക്കട്ടെ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക കേട്ടോ. താങ്ക് യു.